തൊട്ട് ഇപ്പുറത്ത് തന്നെ ഒരു വീടുണ്ട്. ആ വീട്ടിലെ അമ്മ ഈ അപകടം സംഭവിക്കുന്ന സമയത്ത് ഈ അമ്മ ഇവിടെ ഉണ്ടായിരുന്നു. അമ്മ കുറച്ച് ബാക്കിലായിരുന്നു. ശബ്ദം കേട്ടിട്ടാണ് ഞാൻ ശബ്ദം കേട്ടിട്ട് ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ കുട്ടികൾ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നേ. മോള് കുട്ടീനെ വിളിക്കാൻ പോയെന്നാണ് ഞാൻ വിചാരിച്ചത്. നോക്കുമ്പോൾ കുട്ടീനെ വിളിക്കാൻ പോയിട്ടില്ല അവിടെ. അപ്പോൾ അവിടെ ബാങ്കിൽ നിന്ന് വന്നു, അമ്മ ഞാൻ അവിടെ ഉണ്ട്, ഞാനിവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. അമ്മ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഈ ലോറി മറിഞ്ഞു കിടക്കുന്നുണ്ട്. നല്ലതായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ ഒന്നും കണ്ടില്ല, ആകെ പോക പിടിച്ചിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനത്തെ ഒരു സംഭവം ഇത്രയും വർഷത്തിലിടയ്ക്ക് ആദ്യമായിട്ടാണ്. നമുക്കിവിടെ ഇരിക്കാൻ തന്നെ പേടിയാവണം. വണ്ടിക്കാരെന്താണെന്ന് വെച്ചാൽ നിയന്ത്രണം വിട്ടിട്ടുള്ള പോക്കല്ല, മരണം പോക്കാണ് അവർ പോണത്. ഒരാൾ ബസ്സിനകത്ത് നിൽക്കാൻ അവരെ നിർത്താതെയാണ് അവർ പോണത്. ഈ കുട്ടികൾ റോഡ് സൈഡിൽ കൂടെ നടന്നു പോയിരുന്നു. അമ്മ ബാക്കിലായിരുന്നു. അമ്മ ഞാൻ കണ്ടില്ലേ. ഞാൻ ബാക്കിലായിരുന്നു. സൗണ്ട് കേട്ടിട്ട് വന്നാണേ. നാട്ടുകാരെല്ലാം ഓടിയെത്തി. നാട്ടുകാരൊക്കെ ഓടിയെത്തി. പിന്നെ എന്താ സംഭവിച്ചെന്ന് എനിക്കറിയില്ല. പിന്നെ ഇവള് കരഞ്ഞപ്പോൾ ഞാൻ ഉള്ളിലേക്ക് പോയി. പിന്നെ അങ്ങോട്ട് വന്നില്ല. കുട്ടീനെ വിളിക്കാൻ വേണ്ടി ഞാൻ കടയിലേക്ക് പോയതായിരുന്നു പാല് വാങ്ങാനായിട്ട്. സമയമായിട്ടില്ല, 3:45 ആയിട്ടുള്ളൂ. അപ്പോൾ ബസ് 3:50 ആകുമ്പോഴാണ് പറ്റുക. അപ്പോൾ പാല് വാങ്ങാനായിട്ട് അങ്ങോട്ട് പോയപ്പോഴേക്കും സൗണ്ട് കേട്ടിട്ട് പിന്നെ അവിടെ നിന്ന് ഓടി വന്നപ്പോൾ അടിയിൽ കുട്ടികളും കിടക്കുന്നുണ്ട്, വണ്ടി ചെരിഞ്ഞും കിടക്കുന്നുണ്ട്. കുട്ടികളെ കണ്ടിരുന്നു? കണ്ടു. കുട്ടികൾ അടിയിൽ കിടക്കുക, കാനയിൽ അടിയിൽ കിടക്കുന്നുണ്ട് കുട്ടികൾ. പെൺകുട്ടികളായിരുന്നു? ഒരു ആൺകുട്ടീൻ്റെ ബാക്കി കണ്ടത്. പിന്നെ പെൺകുട്ടികളെ കണ്ടിട്ടില്ല. അപ്പുറം പിന്നെ ആൾക്കാരെല്ലാം വന്നിട്ടാണ് ഉണ്ടെന്ന് പറഞ്ഞു. പെൺകുട്ടികൾ വാഹനത്തിലെ ഡ്രൈവർ ഉണ്ടായിരുന്നു? ഡ്രൈവർ ഇറങ്ങിയിട്ട് അവിടെ ഇരിക്കണ്ടായിരുന്നു, ചാടിയിട്ട് ഇവിടെ ഇരിക്കണ്ടായിരുന്നു. അയാൾക്ക് പരിക്കൊന്നുമില്ല? അയാൾക്ക് കുഴപ്പമൊന്നുമില്ല. ബക്കറ്റിൽ വെള്ളം ഉണ്ടായിരുന്നു, അതെടുത്ത് കുടിച്ചിട്ട് പോയി തോന്നുന്നു. എനിക്കറിയില്ല. 2 പേര് വന്നിട്ട് വെള്ളം കുടിച്ചിട്ട് പോയി. ഈ ലോറിയിലുണ്ടായിരുന്നു? ലോറിയിലുള്ള ആൾക്കാരെന്നെ ആയിരിക്കും. അപ്പോൾ ഞാൻ അവിടെ ചോദിച്ചു, അവരവിടെ വണ്ടിക്കാരിലെ ആൾക്കാരുണ്ടായിരുന്നില്ല, ഡ്രൈവറും ക്ലീനറും അവിടെ ചോദിച്ചപ്പോൾ അവർ വെള്ളം കുടിച്ചിട്ട് പോയി എന്ന് പറഞ്ഞവർ. ആദ്യമായിട്ട് അങ്ങനെ കുട്ടികൾക്ക് ഇത്ര വലിയൊരു അപകടം ഇത്രയും കാലത്തിലിടയ്ക്ക് ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ 10-35 വർഷമായി ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ ഇങ്ങനെ ഒരു അപകടം ഞാൻ കണ്ടിട്ടില്ല. ഈ റോഡിന്റെ പ്രശ്നം കൊണ്ട് ഇതിനു മുമ്പ് അപകടങ്ങളുണ്ട്. പക്ഷെ നമ്മളിത് ഇങ്ങനത്തെ ഒരു അപകടത്തിൽ വന്നിട്ട് നമ്മളിതായിട്ടില്ല. അത്രയും ഭീകരമായിട്ടുള്ള ശബ്ദം കേട്ടാൽ ഓടി വന്നത്. ഭയങ്കര സൗണ്ട്. അപ്പോൾ അത് എവിടെ പറ്റി എന്താ പറ്റിയെന്ന് അറിയില്ലല്ലോ എന്ന് പറഞ്ഞു ഓടി വന്നപ്പോഴത്തേക്ക് ഇവിടെയൊക്കെ അങ്ങനെ പോകുകയാണ്. ഒന്നും കാണാൻ പറ്റണില്ലേ, പോക കാരണേ. എൻ്റെ പേര് സുഭദ്ര. സുഭദ്രാമ്മ, ഈ അപകടം നടന്നത് ഇവരുടെ വീടിൻ്റെ തൊട്ട് മുന്നിലാണ്. ആ ഭാഗത്ത് വെച്ചാണ് ഈ 4 വിദ്യാർത്ഥികളുടെ മുകളിലേക്ക് ഈ വാഹനം മറിഞ്ഞ് വീഴുന്നത്. അവർ പറയുന്നത് അപകട സമയത്ത് അമ്മ വീടിന് പുറകിലായിരുന്നു, ശബ്ദം കേട്ടാണ് ഇവിടേക്ക് വന്നത്. ആ സമയത്ത് ഒന്നും കാണാൻ കഴിയാത്ത രീതിയിൽ പുകപടലമായിരുന്നു. പിന്നീട് നാട്ടുകാരെല്ലാം ഇവിടേക്ക് എത്തിയതിന് ശേഷമാണ് അപകടം സംഭവിച്ച വിവരം, അതുപോലെ തന്നെ 4 കുട്ടികൾ കുടുങ്ങിക്കിടന്ന വിവരമെല്ലാം ഈ വീട്ടുകാർ തിരിച്ചറിയുന്നത്. ഇത്രയും സിമൻറ്റ് ചാക്കുകൾ ഈ വാഹനത്തിലുണ്ടായിരുന്നു. അതായത് വാഹനം പൂർണ്ണമായും ഭാരം കയറ്റി കൊണ്ടുവരികയായിരുന്നു, മണ്ണാർക്കാട് ഭാഗത്തേക്ക് പോവുകയായിരുന്നു. ഇതിനിടയിലാണ് മഹാരാഷ്ട്ര ദൃക്സാക്ഷികൾ നൽകുന്ന വിവരപ്രകാരമാണെങ്കിൽ മഹാരാഷ്ട്ര രജിസ്ട്രേഷനുള്ള ഒരു വാഹനവുമായി ഈ വാഹനം ചെറുതായി ഒന്ന് കൂട്ടിമുട്ടുന്നു. അതിനുശേഷം വാഹനത്തിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് വിദ്യാർത്ഥികളുടെ നേരെ പാന് കയറി വാഹനം മറിയുന്നത്. ഏതായാലും 4 വിദ്യാർത്ഥികളെയും ഇപ്പോൾ അപകടത്തിൽപ്പെട്ട 4 വിദ്യാർത്ഥിനികളെയും ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ജീവൻ ഇവരുടെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. ആദ്യ ഘട്ടത്തിൽ തച്ചമ്പാറയിലെ സ്വകാര്യ ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുള്ള 2 പേരുടെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളത്. സ്കൂളിലെ അധ്യാപകർ നൽകുന്ന വിവരപ്രകാരമാണെങ്കിൽ 3 വിദ്യാർത്ഥികൾ തച്ചമ്പാറ ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുള്ള 3 വിദ്യാർത്ഥിനികളുടെയും മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. ഒരാളെ വട്ടമ്പലത്തെ സ്വകാര്യ ആശുപത്രിയിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. അവരുടെ വിവരം കൂടി സ്ഥിരീകരിക്കേണ്ടതുണ്ട്. മരണപ്പെട്ടു എന്ന രീതിയിലുള്ള വിവരം വരുന്നുണ്ടെങ്കിൽ പോലും അത് സ്ഥിരീകരിക്കേണ്ടതുണ്ട് എന്നാണ് സ്കൂളിലെ പ്രധാന അധ്യാപകൻ ഉൾപ്പെടെ വ്യക്തമാക്കിയിട്ടുള്ളത്. നാട്ടുകാരെല്ലാം വലിയ രീതിയിൽ പ്രതിഷേധത്തിലാണ്. കാരണം സ്ഥിരമായി അപകടങ്ങൾ സംഭവിച്ചിട്ടും ഇവിടുത്തെ വളവ് നിവർത്താനോ അല്ലെങ്കിൽ റോഡിൻ്റെ പ്രശ്നങ്ങൾ അപാകതകൾ മാറ്റാനോ യാതൊരു രീതിയിലുള്ള ശ്രമങ്ങളും സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ മറ്റ് അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. അതാണ് ഇത്തരത്തിൽ അപകടം ഉണ്ടാക്കാൻ കാരണമായത് എന്നാണ്. ഏതായാലും ലോറിയുടെ ഡ്രൈവർക്ക് സാരമായിട്ടുള്ള പരിക്കില്ല അല്ലെങ്കിൽ മറ്റ് വലിയ രീതിയിലുള്ള പരിക്കുകളില്ല എന്നാണ് നേരത്തെ നമ്മളോട് സംസാരിച്ച സുഭദ്രാമ്മ ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇപ്പോൾ അപകടത്തിൽപ്പെട്ടുള്ള ഈ ലോറി ഇപ്പോഴും ഈ പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ ഈ അപകടം സംഭവിച്ച തൊട്ട് അപ്പുറത്ത് തന്നെ നിർത്തിയിട്ടിരിക്കുകയാണ്.